ഹമാസ് ഇസ്രായേൽ യുദ്ധം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസയിൽ നിർണായക നീക്കത്തിനൊരുങ്ങി ഇസ്രായേൽ. സുപ്രധാന നീക്കത്തിന് മുന്നോടിയായി കുടുങ്ങിക്കിടക്കുന്ന വിദേശ പൗരന്മാരെ ഈജിപ്തിലേക്ക് റാഫ അതിർത്തി വഴി മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ഗാസ കീഴടക്കിയ ശേഷം അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ കരയുദ്ധം ആസന്നമെന്ന് സൂചന നൽകിക്കൊണ്ട് അതിർത്തി നഗരമായ സെദ്രോദിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കമാൻഡോ യൂണിറ്റ് കമാൻഡർ ബിലാൽ അൽ കെദ്രായെ വ്യോമാക്രമണത്തിലൂടെ വധിക്കുകയും 100 ഹമാസ് കമാൻഡിംഗ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തതിന് പുറകെയാണ് സുപ്രധാന നീക്കത്തിന് ഇസ്രായേൽ നടപടി ആരംഭിച്ചിരിക്കുന്നത്. ബന്ദികളാക്കിയവരെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് കരയുദ്ധം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെ ഇസ്രായേൽ വൈകിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ബന്ദികളെ മോചിപ്പിച്ചാലുമില്ലെങ്കിലും ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയോ നിരായുധരാക്കുകയോ ചെയ്യുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഇവരെ ഗാസയിലെ ഭൂഗർഭ അറകളിലേക്ക് മാറ്റിയിരിക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. തങ്ങളെ ലക്ഷ്യമാക്കിയെത്തുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെ മനുഷ്യകവചമായി ബന്ദികളെ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന കണക്കുകൂട്ടലിലാണ് ഹമാസ് തീവ്രവാദികൾ. അതേസമയം ഹമാസ് തീവ്രവാദികളെയും ഹിസ്ബുള്ള തീവ്രവാദികളെയും ഇല്ലാതാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഗാസയിൽ കടന്നുകയറിയ ശേഷം നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അബദ്ധമാകുമെന്നും ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഗാസ കീഴടക്കിയ ശേഷം അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. യുഎന്നിലെ ഇസ്രായേൽ പ്രതിനിധിയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഗാസ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഏറ്റവും തീവ്രമായ ബോംബാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട്. ഹമാസ് നിയന്ത്രിത മേഖലയിൽ വ്യോമ, കര, നാവികസേനകളെ ഉൾപ്പെടുത്തി സംയുക്ത ആക്രമണത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിൽ ടാങ്കുകളും ആയുധങ്ങളും വിന്യസിക്കുന്നതുൾപ്പെടെയുള്ള തീവ്രമായ സൈനിക തയ്യാറെടുപ്പുകളും ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞു. ഗാസ മുനമ്പിലെ പ്രദേശങ്ങൾ ഉന്നത കരസേനാ കമാൻഡർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ കൊണ്ടുപോയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് മുന്നോടിയായി മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാനുള്ള ഇസ്രായേൽ സൈന്യം നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കണമെന്ന് ഹമാസ് ഗാസ നിവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നതിനനുസരിച്ച് പലസ്തീനികൾ ഒഴിഞ്ഞുപോകുന്നത് തടയാൻ ഹമാസ് റോഡ് ബ്ലോക്കുകൾ സ്ഥാപിച്ചിരുന്നു. അതേസമയം നിർത്തിവച്ച ഗാസയിലേക്കുള്ള ജലവിതരണം പുനരാരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഗാസയിൽ കടന്നുകയറിയാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പിൽ ഇസ്രായേൽ കരയാക്രമണം നടത്തിയാൽ ടെഹ്റാൻ ഇടപെടുമെന്നും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ ദോഹയിൽ ഹമാസ് പോളിറ്റ് ബ്യൂറോ മേധാവി ഇസ്മായിൽ ഹനിയയുമായി കൂടിക്കാഴ്ച നടത്തി.